അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. നമ്മുടെ ആമിയുടെ ഡ്യൂട്ടി ടൈം 5 മണിയാണ്. 4 മണി ആയപ്പോഴേക്കു തന്നെ അവളെ ഏൽപ്പിച്ച എല്ലാ വർക്കുകളും വളരെ വൃത്തിയായി ചെയ്തു തീർത്തു. അതിൻ്റെ ശേഷം അവൾ അതെല്ലാം സൈനിൻ്റെ അടുത്ത് ചെക്ക് ചെയ്യാൻ കൊടുത്തു. അതെല്ലാം ചെക്ക് ചെയ്ത ശേഷം അവന് വളരെ തൃപ്തിയായി. അവൻ വിചാരിച്ചതിനേക്കാൾ പെട്ടെന്ന് തന്നെ വളരെ വൃത്തിയായി അവളെല്ലാം ചെയ്തു തീർത്തിരിക്കുന്നു. അവൻ വാച്ചിലേക്ക് നോക്കി. സമയം 4 മണി. ശരിക്ക് അവളുടെ ഡ്യൂട്ടി ടൈം 5 മണിയാണ്. എങ്കിലും അവൻ അവളോട് പറഞ്ഞു, അമാന, ടൈം 4 ആയിട്ടുള്ളൂ. എങ്കിലും നിന്റെ ജോലിയെല്ലാം നീ വൃത്തിയായി ചെയ്തു തീർത്തു. ഇനിയിപ്പോൾ 1 മണിക്കൂറല്ലേ ഉള്ളൂ. നീ ഒരു കാര്യം ചെയ്യ്. ഇന്ന് ആദ്യ ദിവസമല്ലേ. വീട്ടിലുള്ളവർക്കെല്ലാം നിന്നെ കാണാനിട്ട് ബേജാറായിരിക്കും. അതുകൊണ്ട് തന്നെ ഇനി നീ ഇവിടെ ഇരുന്നിട്ട് പ്രത്യേകിച്ച് പണിയൊന്നുമില്ല. പിന്നെ അതുമാത്രമല്ല, നല്ല മഴ പെയ്യുകയാണ്. വൈകുന്നേരമൊക്കെ ഇപ്പോൾ ഭയങ്കര മഴയാണ്. നിനക്ക് ബസ്സെല്ലാം കയറി പോവേണ്ടേ. അതുകൊണ്ട് നീ ഒരു കാര്യം ചെയ്യ്. നീ ഇപ്പോൾ തന്നെ ഇറങ്ങിക്കോ. കാരണം ഫസ്റ്റ് ദിവസം ആകുമ്പോൾ നിനക്കും എങ്ങനെ ഏതാന്നൊക്കെ പോകുമ്പോഴും വരുമ്പോഴെല്ലാം അതിൻ്റെ ഒരു റിസ്ക് ഉണ്ടാവും. അതുപോലെ തന്നെ നിൻ്റെ വീട്ടുകാർക്കും നിന്നെ കാണാനിട്ട് ഒരു ടെൻഷനായിരിക്കും. അതുകൊണ്ട് നീ ഇറങ്ങിക്കോ എന്ന് പറഞ്ഞു. ഒരുപാട് സന്തോഷമായി. അവൾ ആഗ്രഹിച്ചതായിരുന്നു. പെട്ടെന്ന് തന്നെ മഴയെല്ലാം വരും. അപ്പോൾ 5 മണിക്ക് ഇറങ്ങിയാൽ പെട്ടെന്ന് തന്നെ വീട്ടിലെത്താൻ പറ്റിയാൽ മതിയായിരുന്നു. നേരത്തെ ഇറങ്ങണമെന്നൊന്നും അവൾ വിചാരിച്ചിട്ടില്ല. എന്നാലും 5 മണിക്ക് ഇറങ്ങിയാൽ പെട്ടെന്ന് ബസ് കിട്ടി വീട്ടിലെത്തിയാൽ മതിയായിരുന്നു. കാരണം മഴ പെയ്തു കഴിഞ്ഞാൽ ബുദ്ധിമുട്ടായിരിക്കും. പിന്നെ അതുമാത്രമല്ല, ഉമ്മാക്കും ആദ്യ ദിവസമായതുകൊണ്ട് തന്നെ കാണാതെ ടെൻഷനാവും. മറ്റാരും ഇപ്പോൾ തന്നെ ഓർത്ത് വേവലാതിപ്പെടാൻ അവിടെയില്ല. വീട്ടുകാർ എന്ന് പറയുമ്പോൾ തൻ്റെ ഉമ്മ മാത്രമേ തന്നെ ആലോചിച്ച് വേവലാതിപ്പെടുകയുള്ളൂ എന്നെല്ലാം അവൾ മനസ്സിൽ വിചാരിച്ചു. അവൾ നമ്മുടെ സൈനിനോട് പറഞ്ഞു, ഒരുപാട് നന്ദിയുണ്ട് സാർ, എനിക്ക് ഇങ്ങനെ ഒരു ഉപകാരം ചെയ്തതിന് എന്ന് പറഞ്ഞു. അപ്പോൾ അവൻ പറഞ്ഞു, നന്ദിയുടെ ആവശ്യമൊന്നുമില്ല. നീ ആദ്യ ദിവസമല്ലേ. അതുപോലെ തന്നെ നിൻ്റെ വർക്കുകൾ നിന്നെ ഏൽപ്പിച്ചത് നീ വൃത്തിയായി ചെയ്തല്ലോ. ഇനിയിപ്പോൾ നീ ഇവിടെ നിന്നാലും ഇല്ലെങ്കിലും അതുകൊണ്ട് പ്രത്യേകിച്ച് കാര്യമൊന്നുമില്ല. പിന്നെ ആദ്യ ദിവസം ഞാൻ എൻ്റെ എല്ലാ സ്റ്റാഫുകളോടും ഇങ്ങനെ തന്നെ ചെയ്യാറുള്ളത്. നേരത്തെ ഇറങ്ങാൻ പറയാറാണുള്ളത്. അതുകൊണ്ട് നീ പോയിക്കോ, കുഴപ്പമില്ല എന്നെല്ലാം പറഞ്ഞു. നമ്മുടെ റസാഖ് ഇങ്ങനെ റോഡിലൂടെ നടന്നു പോവുകയാണ്. അപ്പോഴാണ് അവൻ്റെ കൂട്ടുകാരൻ ജബ്ബാർ ഇങ്ങനെ നടന്നു വരുന്നത്. റസാഖിനെ കണ്ടതും നമ്മുടെ ജബ്ബാർ, റസാഖെ, ഒന്നവിടെ നിന്ന ഒരത്യാവശ്യ കാര്യം പറയാനുണ്ട്, അവിടെ നിൽക്ക് എന്ന് പറഞ്ഞു. അപ്പോൾ റസാഖ്, ആ ജബ്ബാറോ, എന്താ കാര്യം എന്ന് പറഞ്ഞുകൊണ്ട് ഇങ്ങനെ തിരിഞ്ഞു നോക്കി. പിന്നെ എനിക്ക് നിന്നോട് ഒരു അത്യാവശ്യ കാര്യം പറയാനുണ്ട്. നിന്നോടത് പറഞ്ഞാൽ നിനക്ക് ഇഷ്ടപ്പെടുമോ എന്നൊന്നും എനിക്കറിയില്ല. എന്നാൽ അറിഞ്ഞ കാര്യം പറയാതിരിക്കാൻ വയ്യ. പിന്നെ നിൻ്റെ മോനില്ലേ ആമീർ, അവനെക്കുറിച്ച് ഞാൻ പലതും പറഞ്ഞു കേൾക്കുന്നുണ്ട്. അവൻ അവിടെയും ഇവിടെയും നിന്ന് പല കൂട്ടുകെട്ടുകളിലും പെട്ട് ഓരോന്ന് വേണ്ടാത്തതൊക്കെ കേട്ടു തുടങ്ങിയിരിക്കുന്നു. ഈ ലഹരിയുടെയൊക്കെ ഉപയോഗമുണ്ട് എന്ന് പറയുന്നത് കേൾക്കുന്നുണ്ട്. അതുപോലെ തന്നെ ആ സമയത്തും അവനെ അവിടെയും ഇവിടെയെല്ലാം കാണുന്നുണ്ട്. ഞാൻ പറഞ്ഞു എന്നുള്ളൂ. നീ അറിഞ്ഞ സ്ഥിതിക്ക് നീ എൻ്റെ കൂട്ടുകാരനല്ലേ, ഒരു വിവരം പറയണ്ടേ എന്ന് വിചാരിച്ച് പറഞ്ഞതാണ് എന്ന് പറഞ്ഞു. ഇത് കേട്ടതും റസാഖ് ദേഷ്യം കൊണ്ട് ഇങ്ങനെ വിറഞ്ഞു തുള്ളി. അവൻ പറഞ്ഞു, അതേ, നീ വല്ലവരും എന്തെങ്കിലും എന്ന് പറഞ്ഞത് കേട്ട് എന്നോട് വന്ന് പറഞ്ഞാലുണ്ടല്ലോ, നിൻ്റെ അണപ്പല്ല് ഞാൻ അടിച്ചു പൊളിക്കും. എൻ്റെ മോൻ അങ്ങനെയൊന്നും ചെയ്യില്ല. എൻ്റെ മോനെ എനിക്കറിയാം. പിന്നെ വല്ലവരും പറഞ്ഞത് കേട്ടിട്ടല്ലേ ഉള്ളൂ. നീ നിൻ്റെ കണ്ണുകൊണ്ട് കണ്ടിട്ടൊന്നുമില്ലല്ലോ. ഇനിയിപ്പോൾ നിൻ്റെ കണ്ണുകൊണ്ട് കണ്ടു എന്ന് പറഞ്ഞിട്ട് നീ എന്നോട് വന്ന് പറഞ്ഞാൽ തന്നെ ഞാൻ വിശ്വസിക്കില്ല. ഞാൻ നേരിട്ട് കാണാത്തിടത്തോളം കാലം എൻ്റെ മോനെ ആര് പറഞ്ഞാലും ഞാൻ വിശ്വസിക്കില്ല. എന്തു പറഞ്ഞാലും അവൻ എൻ്റെ മോനാണ്, അവൻ നല്ല കുട്ടിയാണ് എന്നെല്ലാം പറഞ്ഞു. ഇത് കേട്ടതും ജബ്ബാർ പറഞ്ഞു, ഞാനൊന്നും പറയുന്നില്ല. അനുഭവം വരുമ്പോൾ നീ പഠിച്ചോളും. നിൻ്റെ ആ ചെവിയിലേക്ക് എത്ര വേദം ഊതിയിട്ടും കാര്യമില്ല. പിന്നെ
നിന്റെ മോള് ജോലിക്ക് പോകുന്നുണ്ട് എന്ന് കേട്ടല്ലോ. എന്താ, എവിടെയാണ് ജോലി? ഇന്നാണ് പോണ വഴിക്ക് ഞാൻ അവളെ കണ്ടത്. കൂടുതലൊന്നും സംസാരിക്കാൻ കഴിഞ്ഞില്ല. ബസ് വരുമെന്ന് പറഞ്ഞ് അവൾ പെട്ടെന്ന് പോവുകയായിരുന്നു. ജോലി കിട്ടിയെന്ന് പറഞ്ഞു. എവിടെയാടാ ജോലി? എങ്ങനെയുണ്ട്? എന്ത് ജോലിയാണ് എന്നെല്ലാം ചോദിച്ചു. അപ്പോൾ നമ്മുടെ റസാഖ് പറഞ്ഞു, ആ ഒരുമ്പട്ടവളെ കുറിച്ച് എന്നോട് ചോദിക്കരുത്. നിനക്കറിയാമല്ലോ എനിക്ക് അവളുടെ കാര്യം കേൾക്കുന്നത് തന്നെ ഇഷ്ടമില്ല എന്ന്. ആ ഒരുപട്ടവൾ എവിടെയൊക്കെ പോകുന്നു വരുന്നു എന്ന് എനിക്കെങ്ങനെ അറിയാം? എന്നോട് ചോദിക്കരുത്. വെറുതെ അല്ല, എൻ്റെ മോനെ ആദ്യം താഴ്ത്തി കെട്ടി അവളെ പൊക്കി പറയാനാണ്. എന്നെ ഒന്ന് ദേഷ്യം പിടിപ്പിക്കണം നിനക്ക്. അതിനല്ലേ നീ ആദ്യം എൻ്റെ മോൻ്റെ കാര്യം എടുത്തിട്ട് പിന്നെ ആ നശിച്ചവളുടെ കാര്യം പറഞ്ഞത് എന്നെല്ലാം പറഞ്ഞു. അപ്പോൾ നമ്മുടെ ജബ്ബാർ പറഞ്ഞു, എടാ, അവളും നിൻ്റെ മോൾ തന്നെയല്ലേ. എനിക്ക് നിൻ്റെ 2 മക്കളും ഒരുപോലെയാണ്. നീയല്ലേ അവരെ വേർതിരിച്ച് കാണുന്നത്. എനിക്ക് 2 പേരും ഒരുപോലെയാണ്. അല്ലാതെ ഒരാൾ വലുതും ഒരാൾ ചെറുതും അങ്ങനെയൊന്നുമില്ല. നീയാണ് അങ്ങനെ കാണുന്നത്. അതുകൊണ്ട് ഞാൻ സാധാരണ ഒരു കുശലം ചോദിക്കുന്നത് പോലെ ചോദിച്ചതാണ് അവളുടെ കാര്യം. നിനക്കിഷ്ടമില്ലെങ്കിൽ വിട്ടേക്ക്, ഞാൻ പോണു എന്ന് പറഞ്ഞുകൊണ്ട് ജബ്ബാർ അവിടെ നിന്ന് സ്ഥലം വിട്ടു. ഇത് കേട്ടതും നമ്മുടെ റസാഖ് ഒരു ഒരുമ്പട്ടവൾ അവളുടെ ഒരു ജോലിയും പത്രാസും എന്നും പറഞ്ഞു തുപ്പിക്കൊണ്ട് അവിടെ നിന്നും സ്ഥലം വിട്ടു. അങ്ങനെ നമ്മുടെ റസിയ ഉമ്മറത്ത് തന്നെ നിൽപ്പാണ്. നമ്മുടെ ആമിമോൾ വരുന്നത് നോക്കി നിൽക്കുകയാണ്. 4 മണി ആയപ്പോഴേക്ക് തന്നെ അവൾ എല്ലാ ജോലികളും പെട്ടെന്ന് തീർത്ത് ഉമ്മറത്ത് വന്ന് ഇരിക്കാൻ തുടങ്ങിയതാണ്. ആമിമോൾ പറഞ്ഞിട്ടുണ്ട് 5 മണിയാവും ഡ്യൂട്ടി ടൈം കഴിയാനെന്ന്. എങ്കിലും മഴയെല്ലാം വരുന്നുണ്ട്. ആകാശം ആകെ മൂടി ഇരുണ്ട് കിട്ടിയിട്ടുണ്ട്. അതുമാത്രമല്ല, അവൾ ആദ്യത്തെ ദിവസമാണ്. ഇതെല്ലാം ആലോചിച്ച് ബേജാറായി അവൾ റോട്ടിലേക്ക് തന്നെ കണ്ണും നട്ട് ഉമ്മറത്തിരിക്കുന്നുണ്ട്. ഇതെല്ലാം കണ്ടുകൊണ്ടാണ് നമ്മുടെ റസാഖ് ഇങ്ങനെ കയറി വരുന്നത്. അവളെ ഇങ്ങനെ റോട്ടിലേക്ക് ആകാംക്ഷയോടെ നോക്കിയിരിക്കുന്നത് കണ്ടപ്പോൾ തന്നെ അവൻക്ക് കാര്യം മനസ്സിലായി. ഓ, മകളെ കാത്തിരിക്കുകയാവും എന്നെല്ലാം അവൻ മനസ്സിൽ വിചാരിച്ചു. എന്നിട്ട് അവളുടെ അടുത്തെത്തിയതും അവളോടായി പറഞ്ഞു, ഓ, ഉദ്യോഗസ്ഥയെ കാത്തിരിക്കുകയാവും അല്ലേ? ഇവിടെ ഞാൻ ഈ കുടുംബത്തിന് വേണ്ടി കഷ്ടപ്പെടാൻ തുടങ്ങിയിട്ട് കൊല്ലങ്ങളായി. എനിക്ക് വേണ്ടി ആരും ഇതുവരെ ഇങ്ങനെ കാത്തു നിന്നിട്ടില്ല. ഇത്രയും ദിവസം ജോലി കഴിഞ്ഞു വരുമ്പോൾ ഒരു പട്ടി പോലും ഈ ഉമ്മറത്ത് ഉണ്ടാവാറില്ല. ഇതിപ്പോൾ ഉദ്യോഗസ്ഥയെ കാത്തിരിക്കുകയാണ്. പൂമുഖവാതിൽക്കൽ സ്നേഹം വിടർത്തുന്ന പൂന്തിങ്കളാകുന്നു ഭാര്യ എന്നാണ് കവികൾ ചൊല്ലാറുള്ളത്. ഇവിടെ ഒരുത്തിയുണ്ട്, ഭാര്യയാണത്രേ, ഭാര്യ. ഇവിടെ പൂമുഖവാതിൽക്കൽ പോയിട്ട് അടുക്കളവാതിൽക്കൽ പോലും എന്നെ കാത്ത് നിൽക്കാൻ ഒരു പട്ടിയുമില്ല. ഇത് കേട്ടതും നമ്മുടെ ജമീലത്ത പറഞ്ഞു, അവള് കാത്തിരുന്നോട്ടടാ, അവളുടെ മോളല്ലേ, നിനക്കെന്താ ഇത്ര നഷ്ടം? പിന്നെ ഉമ്മമാരായ മക്കൾ വരാതിരിക്കുമ്പോൾ അല്ലെങ്കിൽ മക്കളെ കാണാതിരിക്കുമ്പോൾ ഒരാദ്യമെല്ലാം കാണില്ലേ? അവൾ ഇന്ന് പോയിട്ടല്ലേ ഉള്ളൂ, ആദ്യ ദിവസമല്ലേ, അപ്പോൾ അവൾക്കൊരു വേവലാതി കാണും. അവൾ കാത്തിരുന്നോട്ടെ, നിനക്കെന്താ നഷ്ടം എന്നെല്ലാം ചോദിച്ച് റസിയാനെ ന്യായീകരിച്ചപ്പോൾ റസാഖിന് ദേഷ്യം ഇരട്ടിക്കുകയാണ് ചെയ്തത്. അവൻ ചോദിച്ചു, എന്താ തള്ളേ, നിങ്ങൾക്ക് പെട്ടെന്നൊരു മനം മാറ്റം? നിങ്ങൾക്ക് ഈ അപ്പപ്പ കാണുന്നവരെ അപ്പ എന്ന് വിളിക്കുന്ന ശീലമാണെന്ന് വിചാരിച്ചിട്ട് റസാഖിന് ഒറ്റ തന്തയേ ഉള്ളൂ. അവളുടെ മോളോട് ഉള്ള എൻ്റെ സ്വഭാവത്തിന് ഒരു മാറ്റവും വരില്ല. എൻ്റെ എപ്പോഴും അവളോടുള്ള പെരുമാറ്റം ഇങ്ങനെ തന്നെയായിരിക്കും. തള്ള പെട്ടെന്ന് എന്ത് പറ്റിയാവോ എന്നെല്ലാം പെറുപെറുത്തുകൊണ്ട് നമ്മുടെ റസാഖ് അവിടെ നിന്ന് സ്ഥലം വിട്ടു. റസാഖ് പോയതിൻ്റെ പിന്നാലെ തന്നെ നമ്മുടെ ജമീലത്തെയും അവൻ്റെ കൂടെ റൂമിലേക്ക് ചെന്നു. എന്നിട്ട് അവനോട് പറഞ്ഞു, മോനെ, എനിക്ക് പെട്ടെന്ന് മനം മാറ്റം ഉണ്ടായതും ഒന്നുമല്ല. എന്തായാലും അവൾ ജോലിക്ക് പോയി തുടങ്ങി. ഇനി അവളുടെ കയ്യിലുള്ള പൈസ എങ്ങനെയെങ്കിലും വാങ്ങി വീട്ടിലെ ചിലവും കാര്യങ്ങളും നടത്താൻ നോക്കണം. അതാണ് എൻ്റെ ലക്ഷ്യം. നീ എത്ര കാലമായി ഇങ്ങനെ ഈ കുടുംബത്തിന് വേണ്ടി അധ്വാനിക്കാൻ തുടങ്ങിയിട്ട്? നിൻ്റെ ഒറ്റയാളുടെ ചിലവിലല്ലേ ഈ കുടുംബം മുഴുവൻ കഴിഞ്ഞു പോകുന്നത്? പിന്നെ നിൻ്റെ മോനുണ്ട് ഒരുത്തൻ, അവനാണ് ജോലിയും ആയിട്ടില്ല. പിന്നെ നമ്മൾ എന്ത് ചെയ്യാനാണ്?
അതുകൊണ്ട് ചിലവിനെല്ലാം അവളുടെ കയ്യിൽ നിന്നും ഇനി പൈസ വാങ്ങിച്ചെടുക്കണം. പിന്നെ നമ്മുടെ ഹാജറ മോൾക്ക് കിട്ടുന്നത് അവളുടെയും അവളുടെ കുഞ്ഞിൻ്റെയും എന്തെങ്കിലും തുണിയും കുപ്പായം എടുക്കാനോ അല്ലെങ്കിൽ അവളുടെ അല്ലറ ചില്ലറ ചിലവുകൾക്ക് തന്നെ തികയുന്നില്ല. അതുകൊണ്ട് തന്നെ അവളുടെ കയ്യിൽ നിന്നും ഒന്നും ഞാൻ വാങ്ങാറില്ല എന്ന് നിനക്കറിയാമല്ലോ. അതുകൊണ്ട് നിനക്കൊരു ആക്കമായിക്കോട്ടെ എന്ന് കരുതിയിട്ടാണടാ ഞാനിങ്ങനെ അവളെ സോപ്പിട്ട് നിൽക്കുന്നത് എന്നെല്ലാം പറഞ്ഞു. അപ്പോൾ റസാഖ് പറഞ്ഞു, ഓ അതാണല്ലേ കാര്യം. ഞാൻ വിചാരിച്ചു നിങ്ങൾ പെട്ടെന്ന് നിന്നിടത്ത് നിന്ന് മലക്കം മറിയാനുള്ള കാര്യം എന്താണ് എന്ന്. പുത്തൻ പണം കണ്ടിട്ടുള്ള ചാട്ടമാണല്ലേ. എന്നാൽ ഈ റസാക്കിനെ അതിനൊന്നും കിട്ടില്ല. അവൾ കൊണ്ടുവരുന്ന ഒരു നയാ പൈസ പോലും കൊണ്ട് എനിക്ക് ഇവിടെ നിന്ന് ഒരു വറ്റ് നിങ്ങൾ തരാൻ നിൽക്കരുത്. ഞാൻ അധ്വാനിച്ചു കൊണ്ടുവരുന്ന പൈസ കൊണ്ട് മാത്രം എൻ്റെ ചിലവിന് തന്നാൽ മതി. നിങ്ങൾ അവൾ കൊണ്ടുവരുന്നത് എടുക്കേ എന്നാ വെച്ച് ചെയ്തോ. ആ നക്കാപ്പിച്ച കിട്ടിയിട്ട് വേണ്ട ഈ റസാക്കിന് ജീവിക്കാൻ. അതുകൊണ്ട് തന്നെ എന്നെ അതിനൊന്നും കിട്ടില്ല. ഇപ്പോഴാണ് നിങ്ങളുടെ മറുകണ്ഠം ചാടിയതിൻ്റെ കാര്യം എനിക്ക് പിടികിട്ടിയത്. നിങ്ങളല്ലെങ്കിലും അങ്ങനെയാണല്ലോ പണ്ടേ മുതൽ. പൈസ കണ്ടിട്ട് ചാടുന്ന ഐറ്റമാണല്ലോ. ഹമീദിക്കാനെ ഇവിടെ നിന്ന് പുറത്താക്കിയ നിങ്ങൾ ഹമീദിക്കാൻ്റെ കയ്യിൽ പൈസ വന്നപ്പോൾ പിന്നെ ഹമീദിക്കാനോട് കൂട്ടുകൂടാനും അടുപ്പം കാണിക്കാനും തുടങ്ങി. ആദ്യം മുതലേ നിങ്ങളുടെ സ്വഭാവം അങ്ങനെയാണ്. പിന്നെ നിങ്ങളെ പറഞ്ഞിട്ട് കാര്യമില്ല എന്നെല്ലാം പറഞ്ഞു. ഇത് കേട്ടതും ജമീലത്ത വിചാരിച്ചു, അവനോട് ഒന്നും പറഞ്ഞിട്ട് കാര്യമില്ല, ഇവിടെ നിന്ന് സ്ഥലം വിടുകയാണ് നല്ലത് എന്ന് വിചാരിച്ച് അവർ അവരുടേതായ ജോലിക്ക് പോയി. ഏകദേശം ഒരു 4:30 തന്നെ നമ്മുടെ ആമിമോൾ ബസ്സിറങ്ങി വരുന്നത് കണ്ടു നമ്മുടെ റസിയ. അവളെ കണ്ടതും ഉമ്മറത്ത് നിന്ന് ഗേറ്റിൻ്റെ അവിടേക്ക് ഓടിച്ചെല്ലുകയായിരുന്നു റസിയ. മോളെ എന്നെല്ലാം വിളിച്ച്. അവൾ റസിയാനെ കണ്ടതും ആമിക്കുട്ടി ഉമ്മച്ചി എന്ന് വിളിച്ചുകൊണ്ട് ഓടി വന്ന് അവളെ കെട്ടിപ്പിടിച്ച് കവളിൽ ഒരു ഉമ്മ കൊടുത്തു. അവൾ ചോദിച്ചു, അല്ല മോളെ, നീ 5 മണിയാവും ഇറങ്ങാൻ എന്നല്ലേ പറഞ്ഞത്? മഴയെല്ലാം കണ്ടപ്പോൾ ഉമ്മക്ക് ആകെ ബേജാറായി. അതുകൊണ്ടാണ് ഉമ്മറത്ത് തന്നെ നിന്നത്, നിന്റെ വരവും കാത്ത്. എന്തുപറ്റി നേരത്തെ എന്ന് ചോദിച്ചു. അപ്പോൾ അവൾ പറഞ്ഞു, ഉമ്മ നല്ലൊരു സാറാണ്. നമ്മളന്ന് കണ്ടില്ലേ, ആ സാറ് നല്ല സ്വഭാവമാണ്. 4 മണിയായപ്പോഴേക്കും എൻ്റെ ജോലിയെല്ലാം തീർന്നപ്പോൾ എന്നോട് പോയിക്കോ, ആദ്യ ദിവസമല്ലേ, മഴയെല്ലാം വരുന്നുണ്ട്, പിന്നെ വീട്ടിലുള്ളവർ ബേജാറാവും എന്നും പറഞ്ഞു. അദ്ദേഹത്തിന് അറിയില്ലല്ലോ വീട്ടിലെന്നെ കാത്തിരിക്കാൻ എൻ്റെ ഉമ്മ മാത്രമുള്ളൂ, മറ്റാരുമില്ല എന്ന്. എന്തായാലും നല്ലൊരു സാറിനെയാണ് എനിക്ക് കിട്ടിയത്. പിന്നെ ഉമ്മാക്കൊരു കാര്യം കേൾക്കണോ? 5 അക്ക ശമ്പളമാണ് എനിക്ക് പറഞ്ഞിട്ടുള്ളത് തുടക്കത്തിൽ തന്നെ. അപ്പോൾ റസി, ആദ്യ മോളെ, നമ്മുടെ കഷ്ടകാലമെല്ലാം തീരാൻ പോവുകയാണ് അല്ലേ എന്ന് പറഞ്ഞു. അവൾ പറഞ്ഞു, ഇൻഷാ അല്ലാഹ് ഉമ്മ, നമ്മുടെ കഷ്ടകാലമെല്ലാം തീരുകയാണ്. ഇപ്പോൾ പറഞ്ഞിരിക്കുന്നത് 30,000 രൂപയാണ്. പിന്നെ എൻ്റെ ജോലിയുടെ ഓരോ പെർഫോമൻസിനനുസരിച്ച് അത് കൂട്ടി തരാമെന്ന് പറഞ്ഞിട്ടുണ്ട്. എന്തായാലും ഒരു വർഷത്തിനുള്ളിൽ ഇൻഷാ അല്ലാഹ് ഒരു 50,000 രൂപ വരെ തരാമെന്ന് പറഞ്ഞിട്ടുണ്ട്. നന്നായി വർക്ക് ചെയ്താൽ അതെല്ലാം കിട്ടും ഉമ്മ, നമ്മുടെ കഷ്ടകാലമെല്ലാം തീരും എന്ന് പറഞ്ഞു. ഇത് കേട്ടതും നമ്മുടെ പിന്നിൽ നിന്ന് നമ്മുടെ ജമീലത്ത, ആണോ മോളെ, 30,000 ഉണ്ടോ? നീ 50,000 ഒക്കെ ആവോ? മോളെ, നമ്മൾ രക്ഷപ്പെട്ടു എന്നെല്ലാം പറഞ്ഞുകൊണ്ട്. അപ്പോഴാണ് അവർക്ക് മനസ്സിലായത്, പമ്മി പതുങ്ങി ഇതെല്ലാം പിന്നിൽ നിന്ന് നമ്മുടെ ജമീലത്ത കേട്ടിട്ടുണ്ട് എന്ന്. ഇത് കേട്ടതും നമ്മുടെ ആമിമോൾ പറഞ്ഞു, ആ വല്യമ്മ, ഇൻഷാ അല്ലാഹ് അതെല്ലാം കിട്ടും. എന്തായാലും നിങ്ങളെല്ലാം ദുആ ചെയ്യ്, ഈ ജോലി നിലനിൽക്കാം എന്നെല്ലാം പറഞ്ഞു. അപ്പോൾ നമ്മുടെ ജമീലത്ത പറഞ്ഞു, അതൊക്കെ കിട്ടും മോളെ നിനക്ക്. എന്തായാലും ഇത്രയൊക്കെ ആയില്ലേ, ഇൻഷാ അല്ലാഹ് എല്ലാം ശരിയാവും, നമ്മളെ കഷ്ടകാലം എല്ലാം തീരും എന്നെല്ലാം പറഞ്ഞു. ഇത് കേട്ടപ്പോൾ തന്നെ ആമിക്കുട്ടിക്ക് മനസ്സിൽ ചിരി പൊട്ടി. വല്യമ്മ പൈസ എന്ന് കേട്ടപ്പോൾ എത്ര പെട്ടെന്നാണ് സ്വഭാവം മാറിയത് എന്നെല്ലാം. റസിയയും ഈ കാര്യം തന്നെ മനസ്സിൽ തന്നെ ആലോചിക്കുകയായിരുന്നു. ഇത്രയും ദിവസം ഒരു ശത്രുവിനെ പോലെ തൻ്റെ മോളെ കണ്ടിരുന്ന ഉമ്മയാണ് പെട്ടെന്ന് ഇങ്ങനെ നിന്നിടത്ത് നിന്ന് മറുകണ്ഠം ചാടുന്നത്. എന്താ ഉമ്മാൻ്റെ സ്വഭാവം എന്നല്ല അവൾ മനസ്സിൽ വിചാരിച്ചു. എങ്കിലും രണ്ടുപേരും അതൊന്നും പുറത്ത് കാട്ടിയില്ല. കാട്ടിയാൽ ചിലപ്പോൾ പഴയ പോലെ തന്നെ ചാടിക്കളിക്കാൻ വന്നാലോ എന്ന് വിചാരിച്ച് അവർ അവിടെ നിന്നും അകത്തേക്ക് പോയി. എന്നാൽ നമ്മുടെ റസാക്ക് ഈ സമയത്ത്
ഒരു കണക്ക് കൂട്ടലിൽ ആയിരുന്നു. എങ്ങനെയെങ്കിലും അമീറിനെ അവളുടെ ഓഫീസിൽ ചെറിയ ജോലിയാണെങ്കിൽ വേണ്ടില്ല, ചെറിയ ജോലിക്ക് ആ ഓഫീസിൽ കയറിക്കൂടി അവനതിലെങ്ങനെയെങ്കിലും കയറ്റണം, എന്നിട്ട് അവളുടെ ജോലി കളയണം. അങ്ങനെയുള്ളൊരു കണക്ക് കൂട്ടലിൽ ആയിരുന്നു നമ്മുടെ റസാക്ക്. അങ്ങനെ അവൻ ഇങ്ങനെ അമീർ രാത്രി ഭക്ഷണമെല്ലാം കഴിഞ്ഞിങ്ങനെ ഇരിക്കുകയാണ്. അപ്പോൾ നമ്മുടെ റസാക്ക് അവൻ്റെ അടുത്തെത്തി. മോനെ അമീറെ, ഉപ്പാക്ക് നിന്നോടൊരു കാര്യം പറയാനുണ്ട്, നീ ശ്രദ്ധിച്ച് കേൾക്കണം എന്നെല്ലാം പറഞ്ഞു. ഇത് കേട്ടതും അമീർ ചോദിച്ചു, എന്താണുപ്പാ, പറയൂ എന്ന് പറഞ്ഞു. റസാക്ക് പറഞ്ഞു, എടാ അവളില്ലേ, ആ കുരുത്തം കെട്ടവൾ ആമി, അവളുടെ പേര് പോലും എനിക്ക് ഉച്ചരിക്കാൻ ഇഷ്ടമില്ല, എന്നാലും നിന്നോട് പറയുകയാണ്. അവൾ ഇപ്പോൾ ഒരു ജോലിക്ക് കയറിക്കൂടിയിട്ടുണ്ടല്ലോ, വലിയ കമ്പനിയെല്ലാമാണ്. നിനക്ക് കേൾക്കണോ, അവളുടെ ശമ്പളം 30,000 രൂപയാണത്രേ. ഇനി അത് 50,000 രൂപയെല്ലാം ആക്കുമെന്ന് പറയുന്നുണ്ട്. അതും കൂടി ആയാൽ പിന്നെ അവളെയും അവളെ ഉമ്മാനെയും നമ്മളെ വരുതിയിലൊന്നും കിട്ടില്ല. പിന്നെ അവർ അവരുടെ കാര്യം നോക്കി നടക്കും. ഇപ്പോഴാകുമ്പോൾ നമ്മുടെ അടിമകളെ പോലെയാണ് അവർ കഴിയുന്നത്. അതുകൊണ്ട് തന്നെ എൻ്റെ മോൻ എങ്ങനെയെങ്കിലും അവിടെ ആ കമ്പനിയിൽ കയറിക്കൂടി അവളുടെ ജോലി കളയണം എന്ന് പറഞ്ഞു. ഇത് കേട്ടതും നമ്മുടെ അമീർ പറഞ്ഞു, അതിന് ഉപ്പ, ആ കമ്പനിയിലെല്ലാം ജോലി കിട്ടണമെങ്കിൽ നല്ല പഠിപ്പും വിദ്യാഭ്യാസവും എല്ലാം വേണം. ഈ +2 മാത്രമുള്ള എനിക്ക് എന്ത് ജോലി കിട്ടാനാണ് അവിടെ? അവൾക്ക് ഡിഗ്രിയും MBA ഒക്കെ ഉള്ളത് കൊണ്ടാണ് അവിടെ നല്ല ജോലിയെല്ലാം കിട്ടിയത്. എനിക്കവിടെ എന്ത് ജോലി കിട്ടാനാണ്? വല്ല പ്യൂണിൻ്റെയോ അല്ലെങ്കിൽ വല്ല അടിക്കലോ തുടക്കലോ അങ്ങനെ ക്ലീനിങ് ജോലിയോ എന്തെങ്കിലും കിട്ടും, അല്ലാതെ എന്ത് ജോലിയാണ് എനിക്ക് കിട്ടുക എന്നെല്ലാം പറഞ്ഞു. ഇത് കേട്ടതും റസാക്കിന് ആകെ ദേഷ്യം ഇരച്ചു കയറി. അവൻ പറഞ്ഞു, നീ അനുഭവിച്ചോടാ, അല്ലെങ്കിലും ആവശ്യമുള്ളൊരു കാര്യത്ത് നിനക്ക് എന്തെങ്കിലും ഉപകാരം ചെയ്തു തരാൻ എനിക്ക് കഴിയുമെന്ന് എനിക്ക് തോന്നുന്നില്ല. നിന്നെക്കൊണ്ടൊരു ഉപകാരവും കിട്ടുമെന്ന് എനിക്ക് തോന്നുന്നില്ല. പഠിക്കേണ്ട സമയത്തെ പഠിക്കണം, എല്ലാ സൗകര്യമുണ്ടായിട്ടും നീ പഠിക്കാതെ നിൻ്റെ സ്വന്തം ഇഷ്ടത്തിന് നടന്നു. പിന്നെ നിന്നെക്കുറിച്ച് ഞാൻ പലതും കേൾക്കുന്നുണ്ട്, ഒന്നും ഞാൻ വിശ്വസിച്ചിട്ടില്ല. എന്നോട് പറയുന്നവരോടൊക്കെ ഞാൻ നിന്നെ അംഗീകരിച്ച് അനുകൂലിച്ച് അവരെ എതിർത്തുകൊണ്ടാണ് ഞാൻ സംസാരിക്കാറുള്ളത്. ഇനി അതെങ്ങാനും ശരിയാണെന്ന് ഞാൻ അറിഞ്ഞാലുണ്ടല്ലോ, എൻ്റെ കണ്ണിൽ വല്ലതും പെടുകയോ അത്രയും തെളിവുള്ള കാര്യങ്ങൾ എനിക്ക് കിട്ടുകയോ ചെയ്താലുണ്ടല്ലോ, പിന്നെ നിന്നെ വെച്ചേക്കില്ല ഞാൻ എന്നെല്ലാം പറഞ്ഞു. എന്നിട്ട് പറഞ്ഞു, പിന്നെ നീ എന്തെങ്കിലും ഒരു പഴുത് ഉണ്ടോ എന്ന് അന്വേഷിച്ച് നോക്ക്. ഇപ്പോഴുണ്ടല്ലോ 6 മാസം കൊണ്ടും 1 വർഷം കൊണ്ടൊക്കെ ഡിഗ്രിയും +2 എല്ലാം അങ്ങനെയുള്ള സംഭവങ്ങളെല്ലാം. നീ +2 ജയിച്ചതല്ലേ, ഇനി നിനക്ക് ഡിഗ്രി അല്ലേ വേണ്ടത്? ഡിഗ്രിയും പഠിച്ച് ഒരു കമ്പ്യൂട്ടർ കോഴ്സും പഠിച്ചു കഴിഞ്ഞാൽ താൽക്കാലികമായിട്ടുള്ള എന്തെങ്കിലും ജോലിയൊക്കെ നിനക്ക് അവിടെ കിട്ടും. അതുകൊണ്ട് അതൊന്ന് നീ അന്വേഷിച്ച് നോക്ക്. 1 വർഷം കൊണ്ട് ഡിഗ്രി എടുക്കുന്നതും അല്ലെങ്കിൽ 6 മാസം കൊണ്ട് ഡിഗ്രി എടുക്കുന്ന വല്ല കോഴ്സും ഉണ്ടോ എന്ന് അന്വേഷിച്ച് നോക്ക്. അതിന് എത്ര പൈസ കൊടുത്താലും വേണ്ടില്ല, അതിന് വേണ്ട പണമെല്ലാം ഞാൻ കൊടുത്തോളാം. എനിക്ക് എങ്ങനെയെങ്കിലും അവളുടെ ജോലി അവിടെ നിന്ന് കളയണമെന്നുള്ളൂ. അതിന് നിന്നെ അവിടെ എങ്ങനെയെങ്കിലും അവിടെ കയറിക്കൂടണം നീ, എന്നാലേ ശരിയാവുകയുള്ളൂ. അതുകൊണ്ട് നീ ആ കാര്യം അന്വേഷിച്ച് നോക്ക് എന്ന് പറഞ്ഞു. അപ്പോൾ നമ്മുടെ അമീർ പറഞ്ഞു, ഞാനൊന്ന് അന്വേഷിച്ച് നോക്കട്ടെ. അങ്ങനെയുള്ള സംഭവങ്ങളെല്ലാം ഉണ്ട്. കുറച്ച് പൈസ കൊടുത്താൽ ഡിഗ്രിയുടെ കള്ള സർട്ടിഫിക്കറ്റ് എല്ലാം അവർ ഉണ്ടാക്കിത്തരും. അതിനൊന്നും പണിയില്ല, ഞാൻ അന്വേഷിച്ച് നോക്കട്ടെ എന്ന് പറഞ്ഞു. എൻ്റെ കൂട്ടുകാർക്ക് ചിലരൊക്കെ ഗൾഫിൽ പോവാനും അങ്ങനെയുള്ള സർട്ടിഫിക്കറ്റ് എല്ലാം ഉണ്ടാക്കിയെടുത്തിട്ടുണ്ട്. പക്ഷെ പൈസ ആവും കേട്ടോ എന്ന് പറഞ്ഞു. അതൊന്നും കുഴപ്പമില്ലടാ, അതെല്ലാം ഞാൻ ഏറ്റു, നീ തൽക്കാലം വേഗം അത് അന്വേഷിച്ച് നോക്ക് എന്ന് പറഞ്ഞു.